നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കാര്യങ്ങൾ ചെന്ന് നിൽക്കും. ഓ, എനിക്കറിയാം ഹർഷേ. തെളിവുകളൊക്കെ അവൾക്ക് എതിരായതുകൊണ്ട് ഇന്ദ്രൻ എന്ത് ചെയ്താലും അവള് രക്ഷപ്പെടാൻ പോകുന്നില്ല. വേണ്ടി വന്നാലേ ഞാൻ തന്നെ അവളെ പോലീസിന് പിടിച്ചു കൊടുക്കും. അത് മതി ആന്റി. ഹർഷേ വരുന്നു. ആന്റി, ആരുടെ സമ്മർദ്ദത്തിനും അവളുടെ കാര്യത്തിൽ ആന്റി വഴങ്ങരുത്. ചുരുങ്ങിയത് 14 ദിവസമെങ്കിലും അനുപമ ജയിലിൽ കിടക്കണം. അതെ, എന്റെ കൂടി ഒരു സ്വപ്നം. നിന്റെ സ്വപ്നം എന്റെ സ്വപ്നം ഒന്നല്ലേ ഹർഷേ, അത് നടന്നിരിക്കും. അതെ, നാളെ തന്നെ ഞാൻ ആ സന്തോഷ വാർത്ത നിന്നെ അറിയിച്ചിരിക്കും. ശരി ആന്റി, എന്നാ ഞാൻ വെക്കട്ടെ. രവിയേട്ടൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. ആന്റിയെ ഞാൻ പിന്നെ വിളിക്കാം. ഓ, പിന്നെ വിളിച്ചാ മതി. ഞാൻ ആരോടെങ്കിലും രഹസ്യമായിട്ട് സംസാരിക്കാന്ന് കരുതി വിളിച്ചതാണോ? അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആ രഹസ്യം എന്താണെന്ന് അറിയാനല്ലേ ശ്രമിക്കൂ. നിന്നെ വിളിച്ചത് സുശീലാന്റി ആയിരിക്കും എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ആന്റി ആദ്യമായിട്ട് വിളിക്കേ. ആയുസ് ബാക്കിയുള്ളതുകൊണ്ട് മാത്രം ആന്റി രക്ഷപ്പെട്ടെന്നാ പറയുന്നേ. അതെല്ലാവരുടെയും കാര്യം അങ്ങനെയാ ഹർഷേ. ആയുസ് തീർന്നില്ലെങ്കിൽ വെട്ടിയിട്ടാലും ജീവൻ കിടന്ന് പിടയ്ക്കും. സുശീലാന്റിയൊക്കെ ഇനിയും കുറെ കാലം ജീവിക്കണം. ഇനി പലതും കാണാനും ചെയ്തു തീർക്കാനും ഒക്കെ ഉള്ളതല്ലേ. അതെന്താ രവിയേട്ടാ അങ്ങനെ പറഞ്ഞേ? ആന്റി ഇപ്പൊ പഴയ പോലൊന്നും അല്ലല്ലോ. അനുപമയെ പോലും ആന്റി അംഗീകരിച്ചില്ലേ? എത്ര നല്ല സ്നേഹത്തിൽ അവർ കഴിഞ്ഞോണ്ടിരുന്നേ. എന്നിട്ടിപ്പോ ആന്റിക്കല്ലേ തിരിച്ചടി കിട്ടിയേ? എന്ത് തിരിച്ചടി? വീട്ടിലുണ്ടായ ഭക്ഷ്യവിഷബാധയിൽ സത്യനും അവന്റെ ഭാര്യയും ഉൾപ്പെട്ടില്ലേ? അതിന്റെ നഷ്ടവും അവർക്ക് തന്നെയല്ലേ ഉണ്ടായത്. 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന അല്ലാതെ ആന്റിക്ക് വേറെ നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. ആ കുടുംബത്തിന് ഉണ്ടായ നഷ്ടം ആന്റിയുടെ നഷ്ടമല്ലേ രവിയേട്ടാ? അതും വിശ്വസിച്ചോളിന്ന് അതുപോലൊരു ചതി ഉണ്ടായ ആന്റിക്ക് അതെങ്ങനെ സഹിക്കാൻ പറ്റും? ചതിയോ? ആരെങ്കിലും മനഃപൂർവ്വം ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കിയെന്നാണോ നീ പറയുന്നേ? അതെ, പോലീസ് അന്വേഷണത്തില് അനുപമ വീട്ടിൽ സൂക്ഷിച്ച കീടനാശിനിയാണ് ആഹാരത്തിൽ കലർന്നതെന്ന് തെളിഞ്ഞിരിക്കുക. അനുപമ എന്തിനാ വീട്ടിൽ കീടനാശിനി സൂക്ഷിക്കുന്നേ? ചെടികൾക്ക് തളിക്കാനാണെന്നാ പറയുന്നേ. ഇതിനു മുമ്പൊരിക്കലും അവള് ചെടി വളർത്തിയതായിട്ട് ആർക്കും അറിഞ്ഞൂടാ. ഇന്ദ്രൻ അവളെ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ശേഷം പെട്ടെന്നൊരു ചെടി സ്നേഹവും കീടനാശിനി വാങ്ങലും ഒക്കെ ഉണ്ടായതെന്ന് ഓർക്കണം. അയ്യോ, മോനുണർന്നു.